മഹാസമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനം വന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ? ഇപ്പൊ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുടിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ട അല്ലെ, മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ്ങെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാമ്പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടും വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണോ? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം വെറുതെ അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എവിടെയാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയൂ. മോങ്ങാതെ കാര്യം പറയടി. സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്. നീ സത്യം പറയില്ല, നീ മരിക്കുന്നതാണ് നല്ലത്. സേതുലക്ഷ്മി, ഞങ്ങളുടെ കാർ കയറിക്കുള്ളൂ, ഡ്രോപ്പ് ചെയ്യാം. മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും. ശരി. ഇതിലേ ഇറങ്ങും. വല്ലയിടത്തും കൊണ്ട് മുറിയരുത്, സെപ്റ്റിക് ആവും. വണ്ടി ലേശം പഴയതാ. തുറക്കാൻ സ്റ്റക്കായിപ്പോയി. ഓക്കെ, ഗുഡ് നൈറ്റ്. നില്ല് ഗുഡ് നൈറ്റ് പറഞ്ഞെങ്കിൽ പൊയ്ക്കളയാതെ. ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. കൊച്ചിന്റെ ഫ്രിഡ്ജ് വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. ഹോട്ട് കാരറി വല്ലതും കാണും. പോകുന്ന വഴിക്ക് നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര കഴുത്തറപ്പല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട. ഒരു 2 ബിസ്ക്കറ്റ്, ഒരു ഗ്ലാസ് പാല്,
പോരടേ ധാരാളം. നീ വാ. ബിസ്ക്കറ്റ് കാണുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. സേതുലക്ഷ്മി എടുത്ത് കഴിച്ചോ. വേണ്ട, എനിക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടായിരുന്ന എന്നിട്ടാണോ ഈ ഉണക്ക ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് തന്നത്? അത് ബിസ്ക്കറ്റ് മതിന്ന് പറഞ്ഞിട്ടല്ലേ. നാടകം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സേതുലക്ഷ്മി കലക്കി. ചുമ്മാ മുഖസ്തുതി പറയല്ല. ഇന്ന് അവൻ റിഹേഴ്സലിന്റെ അത്ര പറ്റിയില്ല. നീ മഹാ തല്ലിപ്പൊളിയായിരുന്നു. നീ ഉഗ്രനാണെന്ന് ഞാൻ പറഞ്ഞാലോ? നീ ഉഗ്ര എന്ന് ഞാൻ പറയാം. അയ്യടാ, ഒരു 100 വട്ടം പറഞ്ഞു കൊടുത്താ തോക്ക് അങ്ങനെ പിടിക്കണമെന്ന്. That must be her car. No, she doesn't have any car. Somebody's inside. We better be careful. Let's wait. Somebody's coming. ഞാൻ തോക്ക് ശരിക്കും എന്നാ പിടിച്ചത്. നീ കൂടുതൽ കയറി അങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. ഈ പെണ്ണുങ്ങളെ മുമ്പ് വെച്ച് നീ കൂടുതൽ കയറി അങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. സേതുലക്ഷ്മി എന്നെ പറ. ഇംഗ്ലീഷ് പടത്തിൽ അവന്മാര് തോക്ക് വെച്ച് കാണിക്കുന്ന ഒരു വേലയുണ്ടല്ലോ. ഇവ ഒരുമാതിരി പടക്കത്തിന് തിരുവള്ളുന്ന നീ ചെയ്യുന്ന നമ്മൾ കണ്ടു. അല്ലെങ്കിൽ തട്ടി കയറുമ്പോ പണ്ടേ നിന്റെ മുട്ട് പറിക്കും. They look like the Indian police. No, I think they the CIDs. നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. തോക്ക് വെച്ച് വെടി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇവനാണോ ഞാനാണോ ശരി എന്നുള്ള സേതുലക്ഷ്മി നോക്ക്. ദേ, ആദ്യം തോക്ക് ഇങ്ങനെ പിടിക്കണം. പിന്നെ ഇടത് കൈ അതിന്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കണം. പിന്നെ ആളിനെ നോക്കിയിട്ട് എയിം ചെയ്തിട്ട് ദേ ഇങ്ങനെ കണ്ടാ. Oh God, they're gonna shoot us. കണ്ടാ. ഇങ്ങനെയൊന്നുമല്ല. നീ അവിടെ നോടി ഇങ്ങോട്ട് വന്നേ. ഞാൻ കാണിച്ചു തരാൻ മതി. They tried to shoot us. They are CIDs from India. So what Robert Redford told us must be true. They try to shoot at us. They must know everything. They're doing an open FIR investigation. They even wear the official costume. Do you see her with the crown? I didn't see. Then search our house immediately for the crown. I know she's got it there. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവോ എന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടക എടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ. ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസൊക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചപ്പോഴേ നമുക്കങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ? വിജയ, അവരാരാണെന്ന് മനസ്സിലായോ? നോക്കി. എന്തായിരുന്നു നിന്റെ ആ പെണ്ണിന്റെ പേര്? ഗീത. എടാ, നമ്മള് വേഷം മാറിപ്പോടാ നന്നാക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആപ്പിലായി. കൊച്ചിയില്? അത് തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? തന്നെ തന്നെ. നീ വാ. അയ്യോ, അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മയോ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മ, ഇത് CD രാംദാസിന് അമ്മ മറന്നോ? അമ്മ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ, അയ്യോ. അമ്മ, ഇത് ഞാൻ കാണിക്കുന്നത് പട്ടാപ്പകല് പെണ്ണുങ്ങളെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചതിന്റെ ഇതെന്റെ ഭാര്യ. അല്ല, സത്യമായിട്ട് നിങ്ങൾ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ അതല്ലേ, കൊച്ചിയില്? ആ, കൊച്ചിയില്. ഞങ്ങള് രണ്ടുപേരെയും കണ്ട ഒരുപോലല്ലേ? അത് ശരി. എടാ, ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടോ. സോറി. അത് പോട്ടെ. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സേഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണറെ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. പണി കളിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട് സ്വത്തല്ലേ കാശ്. അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാം ഇറങ്ങിപ്പോയോ?
നീ എന്തൊന്നും ഉണ്ടായിരുന്നത്? നിന്റെ നാവറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേ. നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസി വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാള്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യൻ അയച്ച സീഡീസ്. പിന്നെ അങ്ങനെ സീഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Three, 4, 5, and 10. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്. Hi, mister. Come. Kmart security, sir. Did you forget to pay for something, sir? Did you forget to pay for something? അയ്യോ, Come on. അയ്യോ, അയ്യോ, ഇത് വിടുന്നേ. How did this get in your pocket? Did you pay for it? I've seen a lot of people like you. അയ്യോ, എന്തോ ഈ പറയുന്നേ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ അച്ഛനാണ്, ഞാൻ എടുത്തിട്ടില്ല. I want Angba for me. You bloody thief. കൊല്ലാൻ നോക്കുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചു? ICAD of the India. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു, എന്റെ നെക്ക് പിടിച്ചു വീണു. ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല. I no take pen. Call the police. പോലീസാ? നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സെല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? CID രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരറിയും ശിവദാസ മേനോനെ? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവരോടാ ഇന്ത്യൻ CIDകളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വിലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ, പോലീസ് പിടിച്ചു. ദാസാ, എന്നെ രക്ഷിക്ക് പോലീസ്. ദാസാ, എന്നെ രക്ഷിക്ക്. ദാസാ, എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ, എന്നെ കൊല്ലുമെന്നാ തോന്നുന്നേ. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് പിടിച്ചോണ്ട്. ഒരു മലയാളി CID പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവിടെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം നോക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ. ഞാനാണോ വലുത്, ഒരു CID ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ഞാനടി ചേട്ടാ, ചേച്ചി, ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ.